mode. ഹായ് ഗൈസ്, എല്ലാവർക്കും സെൽഫി സ്റ്റിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ ഈസിയായി ആർക്കും ഉണ്ടാക്കാവുന്ന മൾട്ടി കണക്ടിവിറ്റിയോട് കൂടിയുള്ള ഒരു മ്യൂസിക് സിസ്റ്റമാണ് ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. ഒരു കീബോർഡിൻ്റെ ബോക്സാണ് ഈ മ്യൂസിക് സിസ്റ്റം ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ആദ്യമായി നമുക്ക് സ്പീക്കറുകൾ ഫിറ്റ് ചെയ്യാനുള്ള ഹോളിനുള്ള മാർക്ക് ചെയ്യാം. ഓരോരുത്തരുടെ ഐഡിയക്കനുസരിച്ച് ഈ സ്പീക്കർ ഡിസൈൻ ചെയ്യാവുന്നതാണ്. സ്പീക്കറുകളുടെ ഹോളിടുമ്പോൾ രണ്ട് സ്പീക്കറും ഏകദേശം ഒരുപോലെ വരുന്ന രീതിയിൽ ആയിരിക്കണം നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ആർക്കും ഉണ്ടാക്കാവുന്ന ഒരു മ്യൂസിക് സിസ്റ്റമാണ് ഇത്. അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ ആംപ്ലിഫയർ ഉൾപ്പെടെയുള്ള ഈ ബോർഡ് കണക്ട് ചെയ്യാനുള്ള ഒരു ഹോളിന് മാർക്ക് ചെയ്യാം. ഓക്കെ, അങ്ങനെ നമ്മൾ നമ്മുടെ രണ്ട് സ്പീക്കറിനും അതുപോലെ നമ്മുടെ ആംപ്ലിഫയർ ബോർഡിനുമുള്ള സ്ഥലം മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. വളരെ സൂക്ഷിച്ച് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തുകൂടെ തന്നെ കറക്റ്റായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഹോളിൻ്റെ വലുപ്പം അധികം കൂടി പോവാനോ കുറഞ്ഞു പോവാനോ പാടില്ല. കൃത്യമായി നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്യുന്നതിൻ്റെ മുമ്പ് നമ്മൾ മാർക്ക് ചെയ്തത് കറക്റ്റാണെന്ന് ഉറപ്പുവരുത്തുന്നത് നന്നായിരിക്കും. ഓക്കെ, സ്പീക്കറുകളുടെ ഹോൾ നമ്മൾ വളരെ കൃത്യമായി കട്ട് ചെയ്തിരിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ ആംപ്ലിഫയർ ബോർഡിനുള്ള ഹോൾ കൂടെ കട്ട് ചെയ്തെടുക്കണം. ഈ ഹോള് കറക്റ്റ് മധ്യഭാഗത്ത് തന്നെ ആയിരിക്കണം. ഈ ഹോള് മധ്യഭാഗത്തല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മ്യൂസിക് സിസ്റ്റം കാണാൻ തീരെ ഭംഗിയുണ്ടാവുകയില്ല. ഓക്കെ, അങ്ങനെ അതും നമ്മൾ ഉദ്ദേശിച്ചതുപോലെ തന്നെ വളരെ ഭംഗിയായി കട്ട് ചെയ്യാൻ സാധിച്ചിരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം. ഈ ബോക്സിന് മുകളിലൂടെ നല്ല ഭംഗിയുള്ള സ്റ്റിക്കർ ഒട്ടിച്ച് നമ്മുടെ മ്യൂസിക് സിസ്റ്റത്തിനെ നമുക്കൊന്ന് അടിപൊളിയാക്കി എടുക്കണം. ചുളിവുകളും മടക്കുകളും ഒന്നും വരാതെ നല്ല ഭംഗിയായി സൂക്ഷിച്ച് നമുക്ക് ഈ ബോക്സിനെ മൊത്തം ഈ സ്റ്റിക്കർ കൊണ്ട് കവർ ചെയ്തെടുക്കാം. മറ്റൊരു കാര്യം നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണങ്ങളും ഉണ്ടാവണമെന്ന് കൂടെ ഉണർത്തുന്നു. സാവധാനത്തിൽ സൂക്ഷിച്ച് ഒട്ടിച്ചാൽ മതി, ഇല്ലെങ്കിൽ ഇടയ്ക്ക് ചുളിവ് വീഴാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ വളരെ ഭംഗിയായിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാൻ സാധിച്ചിരിക്കുന്നു. നമ്മുടെ ഹോളുകൾ വരുന്ന ഭാഗത്തു നിന്നും നമുക്ക് ഈ സ്റ്റിക്കറിനെ കട്ട് ചെയ്ത് മാറ്റാം. അത് പതുക്കെ കട്ട് ചെയ്ത് അതിനെ അകത്തേക്ക് മടക്കി വെക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. സ്പീക്കറുകളുടെ ഹോളിൻ്റെ ഭാഗത്തുള്ള സ്റ്റിക്കറിനെ ഞാൻ നേരത്തെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ആംപ്ലിഫയർ ബോർഡ് വെക്കാനുള്ള ഭാഗത്തുള്ള സ്റ്റിക്കറാണ് കട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ കണക്ഷനുകളും മറ്റു കാര്യങ്ങളുമൊക്കെ പരിശോധിക്കാം. ആദ്യമായി നമുക്ക് ആംപ്ലിഫയർ ബോർഡിനെ ഇതിൻ്റെ അകത്തേക്ക് കയറ്റി വെക്കുന്നതിന് വേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഇതിലേക്കുള്ള 5 വോൾട്ട് കൊടുക്കുന്നതിന് വേണ്ട ഒരു USB കേബിൾ റെഡിയാക്കണം.
USB കേബിളിൻ്റെ അറ്റം പുറകു ഭാഗത്ത് നമ്മൾ ഇട്ടിട്ടുള്ള ഈ ഹോളിലൂടെ അകത്തേക്ക് കയറ്റിയിട്ട് മുൻഭാഗത്തെ ഹോളിലൂടെ അതിനെ പുറത്തെടുത്തിട്ട് നമുക്ക് ആംപ്ലിഫയർ ബോർഡിൻ്റെ 5 വോൾട്ട് കൊടുക്കേണ്ട ഭാഗത്ത് നമുക്ക് സോൾഡർ ചെയ്തെടുക്കാം. നമ്മുടെ ഈ ആംപ്ലിഫയർ ബോർഡ് 2 ബോർഡുകൾ കൂട്ടി യോജിപ്പിച്ചുണ്ടാക്കിയ ഒരു സിസ്റ്റമാണ്. ഇതിൻ്റെ വയറിങ്ങും മറ്റു കാര്യങ്ങളും നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടി അത് ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. 5 വോൾട്ട് നെഗറ്റീവും പോസിറ്റീവും മാറാതെയും ഷോർട്ട് ആവാതെയും നമ്മൾ ശ്രദ്ധിച്ച് സോൾഡർ ചെയ്യണം. വളരെ ചെറിയ പോയിൻ്റുകളായതിനാൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ പെട്ടെന്ന് ഷോർട്ട് ആവാൻ സാധ്യതയുണ്ട്. ചെറിയ ഒരു ഷോർട്ട് വന്നാൽ നമ്മുടെ ഈ ബോർഡ് അപ്പോൾ തന്നെ ചീത്തയായി പോകും. അങ്ങനെ നമ്മുടെ 5 വോൾട്ടിൻ്റെ സോൾഡറിങ് കഴിഞ്ഞു. ഇനി നമുക്ക് സ്പീക്കർ വയറുകൾ അകത്തേക്ക് കയറ്റിയിട്ട് സ്പീക്കറിൻ്റെ ഹോളിലൂടെ അതിനെ പുറത്തെടുത്ത് നമുക്ക് സ്പീക്കറുകൾ സോൾഡർ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. വയറുകൾ ഓരോന്നായി നമുക്ക് ഇങ്ങനെ അകത്തേക്ക് കയറ്റാം. ഓക്കെ, നമ്മുടെ സ്പീക്കറിൻ്റെ വയറുകൾ നമ്മൾ അകത്തേക്ക് കയറ്റി കഴിഞ്ഞു. ഇനി നമുക്ക് കണക്ഷനുകൾ വിടാതെയും ഷോർട്ട് ആവാതെയും അതുപോലെ നമ്മുടെ ബോർഡിൻ്റെ മുകൾ ഭാഗവും അടിഭാഗവും മാറാതെയും നമുക്ക് ഇതിനെ ഇവിടെ ഫിറ്റ് ചെയ്യാം. ഈ റെഡ് വയർ ആൻറ്റിനയ്ക്കുള്ള വയറാണ്. തൽക്കാലം അത് ഞാനിവിടെ പുറത്തേക്ക് വെച്ചിട്ട് നമ്മുടെ ആംപ്ലിഫയർ ബോർഡിനെ അവിടെ ഫിറ്റ് ചെയ്യുകയാണ്. വേണമെങ്കിൽ നമുക്ക് അവസാനം ഇതിൻ്റെ ഈ പോയിൻ്റുകളിൽ 2 സ്ക്രൂ ചെയ്ത് ഇതിനെ ഒന്നുകൂടെ അവിടെ ടൈറ്റ് ചെയ്യാം. ഇനി നമുക്ക് ബാക്കിയുള്ളത് സ്പീക്കറുകളുടെ കണക്ഷനുകളാണ്. 4 ഓമിൻ്റെ 4 വാട്ടിൻ്റെ 2 സ്പീക്കറുകളാണ് നമുക്ക് ആവശ്യമുള്ളത്. സ്പീക്കറുകളുടെ വയറുകൾ നമുക്ക് സോൾഡർ ചെയ്ത് കൊടുക്കാം. സ്പീക്കറുകളുടെ കണക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാലും പ്രശ്നമില്ല. നെഗറ്റീവും പോസിറ്റീവും ഒന്നും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. നല്ല നീറ്റായിട്ട് സോൾഡർ ചെയ്ത് കൊടുക്കണമെന്ന് മാത്രം. ഓക്കെ, നമ്മുടെ 2 സ്പീക്കറുകളും നമ്മൾ സോൾഡർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സ്പീക്കറുകളെ ഇവിടെ ഒന്ന് സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കണം. സ്ക്രൂ ചെയ്യുന്നതിന് വേണ്ടി എല്ലാ സ്ക്രൂ ഹോളുകളിലും ഞാനിങ്ങനെ ചെറിയ ഹോൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. സ്ക്രൂ മാത്രം നമ്മൾ വലിയ രീതിയിൽ സ്ക്രൂ ചെയ്താൽ നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ബോക്സ് കേടായി പോവും. ഇതുപോലെ ചെറിയ ഹോളുകൾ ഇട്ടിട്ട് അതുവഴി നമ്മൾ സ്ക്രൂ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ എളുപ്പമായിരിക്കും. രണ്ട് സ്പീക്കറുകളും വലിയ ബലം കൊടുക്കാതെ പതുക്കെ നമുക്ക് സ്ക്രൂ ചെയ്ത് അവിടെ ടൈറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ നമ്മുടെ സ്പീക്കറുകളെ സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കാൻ സാധിച്ചിരിക്കുന്നു. ഇനി നമുക്ക് നമ്മൾ 5 വോൾട്ടിന് വേണ്ടി
കൊടുത്ത ഈ കേബിളിനെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയാതിരിക്കാൻ നമുക്ക് കുറച്ച് ഫെവിക്കോൾ ഉപയോഗിച്ച് അതിനെ അവിടെ ടൈറ്റ് ചെയ്യണം. ഫെവിക്കോൾ വെച്ച് നമ്മൾ ടൈറ്റ് ചെയ്തതിന് ശേഷം അതൊന്ന് ഉണങ്ങാനായി നമുക്ക് വെയിറ്റ് ചെയ്യണം. അത് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ആംപ്ലിഫയർ ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഫെവിക്കോൾ 2 മണിക്കൂർ വെയിറ്റ് ചെയ്തതിന് ശേഷം നന്നായി ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സിസ്റ്റം ചെക്ക് ചെയ്യാം. നമ്മുടെ മ്യൂസിക് സിസ്റ്റം പ്രവർത്തിക്കാൻ ആവശ്യമായത് 5 വോൾട്ടാണ്. അത് നമുക്ക് മൊബൈൽ ചാർജറിലൂടെയോ പവർ ബാങ്കിലൂടെയോ ലാപ്ടോപ്പിൻ്റെ USB വഴിയോ ഒക്കെ കൊടുക്കാം. ഓക്കെ, നമ്മൾ ഉദ്ദേശിച്ചതുപോലെ തന്നെ നമ്മുടെ മ്യൂസിക് സിസ്റ്റം പ്രവർത്തിക്കാൻ സജ്ജമായിരിക്കുന്നു. നമ്മൾ ഓണാക്കുമ്പോൾ വന്നത് FM-ൻ്റെ മോഡാണ്. നമുക്ക് റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് FM-ൻ്റെ ലഭ്യമാകുന്ന എല്ലാ സ്റ്റേഷനുകളും ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഇനി നമുക്ക് ബ്ലൂടൂത്ത് വഴി നമ്മുടെ ലാപ്ടോപ്പിലെയും മൊബൈൽ ഫോണിലെയും ഒക്കെ പാട്ടുകളും മ്യൂസിക്കുകളും ഒക്കെ എങ്ങനെ ആസ്വദിക്കാമെന്ന് നോക്കാം. നമ്മുടെ ലാപ്ടോപ്പിലാണെങ്കിലും മൊബൈൽ ഫോണിലാണെങ്കിലും ബ്ലൂടൂത്തിൻ്റെ ഓപ്ഷൻ ഓൺ ചെയ്ത് അതിൽ സ്കാൻ ചെയ്യുമ്പോൾ നമ്മുടെ ഡിവൈസിൻ്റെ നെയിം വരും. അതുവഴി നമുക്ക് കണക്റ്റ് ചെയ്ത് നമ്മുടെ സിസ്റ്റത്തിലെ ഓഡിയോ ആസ്വദിക്കാം. റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് നമ്മുടെ സിസ്റ്റത്തെ നമുക്ക് കൺട്രോൾ ചെയ്യാവുന്നതാണ്. ഈക്വലൈസറുകളും നമുക്ക് കൺട്രോൾ ചെയ്യാം. ബാസ്, ട്രബിള്, അതുപോലെ ഈക്വലൈസറുകളും നമ്മുടെ റിമോട്ട് കൺട്രോൾ വഴി നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. സിസ്റ്റത്തിൽ ഓഡിയോ ഡൗൺ ചെയ്യാനും അപ്പ് ചെയ്യാനും നമുക്ക് റിമോട്ട് കൺട്രോൾ ഉപയോഗിക്കാം. അതുപോലെ നെക്സ്റ്റ് പാട്ട് സെലക്ട് ചെയ്യുന്നതിനും നമുക്ക് റിമോട്ട് കൺട്രോൾ ഉപയോഗിക്കാം. ഇനി നമുക്ക് നമ്മുടെ സിസ്റ്റം മൊബൈൽ ചാർജറിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്ത് നമ്മുടെ ലാപ്ടോപ്പിലെ USB വഴി പ്രവർത്തിപ്പിച്ചു നോക്കാം. ഞാൻ ഉദ്ദേശിച്ചതിനേക്കാൾ നല്ല പവർഫുള്ളാണ് നമ്മുടെ മ്യൂസിക് സിസ്റ്റം. നല്ല ബാസും സൗണ്ടും ഒക്കെ ഉണ്ട്, നല്ല ക്ലിയറും ഉണ്ട്.